ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ വരുന്ന പണം, അതിൻ്റെ അമിത ചിലവുകൾ ചില സാഹചര്യങ്ങളിൽ വന്നേക്കാം. ആവശ്യമില്ലെങ്കിലും ഒത്തിരി പൈസ നമുക്ക് സാധനങ്ങൾ മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അനാവശ്യമായ ചിലവുകൾ പെട്ടെന്ന് വന്ന് കയറി ആ ഒരു സ്വരൂപിക്കുന്ന എമൗണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മളറിയാതെ പോലും ചിലവായി പോകുന്നൊരു സാഹചര്യം, നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയൊക്കെ നീക്കി വെച്ചേക്കുന്ന ഒരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ചിലവായി പോകുന്നൊരു സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിനെ ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന എമൗണ്ട് നമ്മുടെ കയ്യിൽ തന്നെ നിലനിർത്താനും അതിൻ്റെ ആ ഒരു അമിതമായിട്ടുള്ള ചിലവുകളിനെ നിയന്ത്രണം വരുത്താനൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു വ്ളോഗിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പോൾ എന്താണ് നമ്മൾ ആ ടിപ്പ് എന്നല്ലേ, നമ്മൾ ഒത്തിരി ഓർണമെൻറ്റ്സൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇയറിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ റിങ് ആണെങ്കിലും മാല എന്താണെങ്കിലും ഒത്തിരി ഓർണമെൻറ്റ്സൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഈ ഇടുന്ന ഓർണമെൻറ്റ്സിന് അത് ചെറുതായിട്ടൊരു അറേഞ്ച്മെൻറ്റ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യം ഫുൾഫില്ലാവും. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ, യെസ്, നമ്മൾ എല്ലാവരുടെ കയ്യിലും ഒരു സ്വർണ്ണ മോതിരം ഉണ്ടായിരിക്കും അല്ലേ. അത് പല വിരലുകളിലായിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അതിനൊരു അറേഞ്ച് ചെയ്യണം നമുക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചൂണ്ടുവിരലിൽ ലെഫ്റ്റ് സൈഡിൽ ചൂണ്ടുവിരലിൽ ഇടതുവശത്തെ കയ്യിൽ ചൂണ്ടുവിരലിൽ നമ്മൾ ഈ ഒരു മോതിരം ഇടുക. സ്വർണ്ണ മോതിരം ആയിരിക്കണമെന്ന് മാത്രം. അതിപ്പോൾ കല്ല് വെച്ചതോ കല്ല് വെക്കാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസൈനുള്ളതോ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. ഗോൾഡിൻ്റെ റിങ് ആയിരിക്കണമെന്ന് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നല്ലൊരു റിസൾട്ട് ലൈഫിൽ ഫീൽ ചെയ്ത് തുടങ്ങും. നമ്മളെ കയ്യിലൊക്കെ ഒത്തിരി റിങ്സൊക്കെ എല്ലാവരും ഇപ്പോൾ ലൈറ്റ് വെയിറ്റൊക്കെ മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഈ ഒരു റിങ്ങിൻ്റെ നോക്കിയിട്ട് അത് ഈ കയ്യിലെടുത്തിടുക. അപ്പോൾ ഇത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനിയിപ്പോൾ കയ്യിൽ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല, ഇടാനായിട്ട് ഇനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ചൊവ്വാഴ്ച ദിവസത്തിൽ ആരംഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് വരുന്ന ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ, അതായത് കയ്യിൽ പൈസ നിൽക്കാത്ത അവസ്ഥ, അതിനൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് ഈ ഒരു റെമഡി നല്ലതുപോലെ സഹായിക്കും. പിന്നെ ഇല്ല, അങ്ങനൊരു മോതിരം ഇല്ല, പാകാവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ദിവസം വെള്ളിയാഴ്ച പോയി മേടിച്ചിട്ട് ചൊവ്വാഴ്ച അത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. 3 മന്ത്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം ട്രഡീഷണൽ മല്ലൂസ്.